എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള ഇംപ്ലിക്കേഷൻസാണ്. അത് ഫേം അല്ലെങ്കിൽ LLPൻ്റെ ആംഗിളിലുള്ളൊരു ഡിസ്കഷനാണ്. ഫേം അല്ലെങ്കിൽ LLPക്ക് ലോസ് ആയാലും പ്രോഫിറ്റ് ആണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യുന്ന കമ്പൽസറിയാണ്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 234F എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു ഫീസ് അപ്ലിക്കബിൾ ആണ്. ഒരു ലേറ്റ് ഫയലിംഗ് ഫീസാണ്. അപ്പോൾ അത് അപ് ടു 5 lakh ടോട്ടൽ ഇൻകം ഉള്ള കേസുകളിൽ 1000 ആണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് വരുന്നത്. ഇനി ടോട്ടൽ ഇൻകം 5 lakhന് എബവ് ആണെങ്കിൽ 234F ഫീസ് 5000 ആയിരിക്കും. ലോസ് ആണെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് 1000 ആയിരിക്കും. സെക്കൻഡ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ പ്രോഫിറ്റ് ആണെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കണം. പക്ഷേ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈവൻ ഡിലേയ്ഡ് ആയിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താലും ഈ ഒരു ഇംപ്ലിക്കേഷനുണ്ട്. ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. റീഫണ്ടുമായിട്ട് കണക്റ്റഡ് തന്നെയാണ് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. ഈവൻ ഒരു ലോസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിലും ചിലപ്പോൾ TDS എന്തെങ്കിലും ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടണം. ടാക്സ് ഇല്ല, പക്ഷേ TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റീഫണ്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ടിൻ്റെ കേസിൽ നമ്മൾ ടൈമിൽ റിട്ടേൺ ഫയൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് എന്ന് പറയുന്നത് 1 April മുതൽ എന്നാണ് റീഫണ്ട് നമുക്ക് കിട്ടുന്നത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ റീഫണ്ട് തന്നെ പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റിൻ്റെ കാര്യം ഉദിക്കുന്നില്ല. ഇനി റിട്ടേൺ ഡിലേ ആയിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്തത് അന്ന് മുതൽ റീഫണ്ട് എന്നാണ് കിട്ടുന്നത് അതുവരെയുള്ള പീരീഡിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അല്ലാതെ 1 April മുതൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസിൽ അസസിങ് ഓഫീസർക്ക് ഒരു റൈറ്റ് ഉണ്ട്, നമുക്ക് നോട്ടീസ് സെർവ് ചെയ്യാനായിട്ട്. നോട്ടീസ് അണ്ടർ സെക്ഷൻ 142(1). അപ്പോൾ ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കേസിന് 10,000 എന്നുള്ള നിലക്ക് ഒരു പെനാൾട്ടി ഉണ്ട്. അപ്പോൾ നോട്ടീസ് അയച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അസസിങ് ഓഫീസർ ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ചെയ്യും. അസസിങ് ഓഫീസർ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് ഒരു അസസ്മെൻറ്റ് ഫൈനലൈസ് ചെയ്യും. ഇനി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല, പക്ഷേ ടാക്സ് പേയബിൾ ആണ്. അസസിങ് ഓഫീസർ ഇപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ടാക്സ് പേയബിൾ ആകുന്ന കേസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡിലേയ്ഡ് ആയിട്ട് ഫയൽ ചെയ്യുമ്പോഴും ടാക്സ് പേയബിൾ ആണെങ്കിൽ ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആണ്. അത് 1% പെർ മന്ത് വെച്ച് ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആവും. 234A എന്ന് പറഞ്ഞ സെക്ഷനിലാണ് വരുന്നത്. പിന്നെ 2 കേസസാണ്. ഇപ്പോൾ ടാക്സ് പേയബിൾ ആകുന്ന കേസ് എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം ഉണ്ടായിട്ടാണല്ലോ ടാക്സ് പേയബിൾ ആകുന്നത്. അപ്പോൾ അതിൽ 2 കേസ്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു ഹാർഡ്ഷിപ്സ് കൊണ്ടോ എന്തെങ്കിലും ഒരു അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഇൻകം ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റലായിട്ട് മിസ്സായിപ്പോയി. അൺഇൻറ്റൻഷണലായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് അണ്ടർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഫ്രോഡുലൻ്റ് ഇൻറ്റൻഷൻ ഇല്ല. അതേസമയം നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തില്ല, അല്ലെങ്കിൽ കുറച്ച് ഡിസ്ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് ക്ലെയിം ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ മിസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിനൊരു പെനാൾട്ടി ഉണ്ട്. അത് അണ്ടർ റിപ്പോർട്ടിംഗ് മനഃപൂർവ്വം അല്ലാത്ത കേസുകളിൽ അത് 50% ഓഫ് ടാക്സ് പേബിളാണ്. ഇനി മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ മിസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുമ്പോൾ അത് 200% ഓഫ് ടാക്സ് പേബിളാണ്. വേറെയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് ഇംപ്ലിക്കേഷൻസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.